5 പതിറ്റാണ്ട് നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ കുടിയെടുക്കപ്പെട്ടവർക്ക് സർക്കാർ വീതിച്ചു നൽകിയ സ്ഥലത്തേക്ക് കയറി ചെല്ലുവാൻ ഒരു മാർഗവുമില്ലാത്ത അവസ്ഥയാണ്. 1971 ലോവർ പെരിയാർ പദ്ധതിയുടെ ഭാഗമായി കുടിയിറക്കിയ 72 കുടുംബങ്ങൾക്കാണ് ചിന്നക്കനാലിൽ നൽകിയ ഭൂമിയിലേക്കാണ് ഇപ്പോൾ എത്താൻ വഴിയില്ലാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വഴിയുടെ ഉടമസ്ഥാവകാശം ഉന്നയിച്ച് സ്വകാര്യ സ്കൂള് കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയതോടെയാണ് ഇവർ വീണ്ടും നിയമക്കുരുക്കിൽപ്പെട്ട് ദുരിതമനുഭവിക്കുന്നത്. ലോവർ പെരിയാർ പദ്ധതിയുടെ ഭാഗമായി 1971 92 കുടുംബങ്ങളെയാണ് കുടിയിറക്കിയത്. ഇതിനുശേഷം ഇവരുടെ പുനരധിവാസം നീണ്ടത് 5 പതിറ്റാണ്ട്. 2023 ചിന്നക്കനാൽ മൗണ്ട് ഫോർട്ട് സ്കൂൾ കൈയടക്കി വെച്ചിരുന്ന സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കുകയും പിന്നീട് 72 കുടുംബങ്ങൾക്ക് 15 സെന്റ് വീതം പട്ടയം അനുവദിച്ച പ്ലോട്ട് തിരിച്ചു നൽകിയത്. ഭൂമിയിലേക്കുള്ള റോഡ് കടന്നു പോകുന്നത് സ്കൂളിന്റെ ഗേറ്റ് കടന്നാണ്. എന്നാൽ റോഡ് നിലനിൽക്കുന്നത് സ്കൂളിന്റെ സ്വന്തം ഭൂമിയാണെന്ന് മറ്റ് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുവാൻ കഴിയില്ല എന്നും കാണിച്ച സ്കൂൾ കോടതിയെ സമീപിക്കുകയും അനുകൂലമായ സ്റ്റേ വാങ്ങുകയും ചെയ്തു. ഇതോടെ കാത്തിരുന്ന് കിട്ടിയ സ്ഥലത്തേക്കെത്താനും നിർമ്മാണ പ്രവർത്തനവും നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ആളുകൾ. അതേസമയം കുടുംബങ്ങളുടെ പുനരധിവാസം സാധ്യമാക്കുന്നതിന് ഇടപെടൽ നടത്തുമെന്ന് ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NM ശ്രീകുമാർ പറഞ്ഞു. ചിന്നക്കനാലിൽ നമ്മുടെ മൗണ്ട് ഫോർട്ട് സ്കൂളിന് മുകളിലായിട്ട് സർക്കാർ പതിപ്പിച്ചു കൊടുത്ത ഭൂമി 72 വർഷമായി അവരുടെ കാത്തിരിപ്പിൻ്റെ ഫലമായിട്ടാണ് ചിന്നക്കനാലിൽ ഈ ഭൂമി കണ്ടെത്തുകയും സർക്കാർ ഭൂമി അവർക്ക് നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ അങ്ങോട്ട് പോകുന്ന വഴി മൗണ്ട് ഫോർട്ട് സ്കൂളിൻ്റെ അധികാരികൾ ആ ഗേറ്റ് അടച്ചു വെച്ച് അവരെ കടത്തിവിടാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെ അവർക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് പഞ്ചായത്ത് തീർച്ചയായിട്ടും ആ റോഡിൻ്റെ വിഷയങ്ങളിൽ ഇടപെടുന്നതായിരിക്കും. എന്നാൽ സ്കൂൾ അവകാശവാദം ഉന്നയിക്കുന്ന റോഡ് റവന്യൂ ഭൂമിയിലൂടെയാണെന്നും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് അനുകൂല വിധി സമ്പാദിച്ചതെന്നും ആരോപണമുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂളിന്റെ മുഴുവൻ ഭൂമിയും കൃത്യമായി സർവേ നടത്തുകയും പ്രശ്നം പരിഹരിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് ഉയരുന്ന ആവശ്യം. സിറ്റി വിഷൻ, ചിന്നക്കനാൽ.